മക്കളെ, നമ്മളിപ്പോൾ എവിടെ നിർത്തിയത്? സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ എയർ അല്ലേ? എയറിലൂടെ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഡസ് ദി സൗണ്ട് ട്രാവൽ ഓൺലി ത്രൂ ഇയർ? എന്താണ്, എയറിലൂടെ മാത്രമാണോ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്? നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഒരു ആക്ടിവിറ്റി കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ മക്കളെ, ഇവിടെ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. എന്തൊക്കെ അതിന് വേണ്ടത്? ഇവിടെ കുട്ടികൾ ഇങ്ങനെ ഒരു മേശയിൽ അല്ലെ ഒരു ഡെസ്കിൽ അല്ലെങ്കിൽ ഒരു ടേബിളിൽ ചെവിയോർത്ത് നിൽക്കുന്നത് കാണുന്നുണ്ട്. ഒരു കുഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ട്യൂണിംഗ് ഫോർക്കും വെച്ച് വൈബ്രേറ്റ് ചെയ്ത ട്യൂണിംഗ് ഫോർക്ക് എന്ത് ചെയ്യുന്നത് ആ ഒരു ഡെസ്കിലോട്ട് കാണിക്കുന്നുണ്ട്. കുട്ടികൾ ചെവിയോർത്തിരിക്കുന്നുണ്ട് അല്ലെ. ഇതാണ് ഇവിടെ പിക്ചറിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. പിക്ചർ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ദി സെയിം ആക്ടിവിറ്റി യു ഹാവ് ടു ഡു ആക്ച്വലി ഇൻസൈഡ് ദി ക്ലാസ് റൂമിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? എന്താ മക്കളെ ചെയ്യുന്നത്? ആദ്യം ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്ത് അതെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഡെസ്കിൽ വെക്കുന്ന സമയത്ത്, പ്രസ് ചെയ്യുന്ന സമയത്ത് ക്യാൻ യു ഹിയർ ദി സൗണ്ട്? എന്താണ് സൗണ്ട്? നമ്മൾ പുറത്തുനിന്നല്ല കേൾക്കേണ്ടത്. എങ്ങനെ കേൾക്കേണ്ടത്? എങ്ങനെ ചെവി എന്ത് ചെയ്യണം? ഇയർ എവിടെ പ്ലേസ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്ന മക്കളെ? ഓൺ ദി ഡെസ്ക്. ഡെസ്കിൽ പ്ലേസ് ചെയ്തിരിക്കണം. ഡെസ്കിൽ ചെവിയോർത്ത് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ട്യൂണിംഗ് ഫോർക്കിൽ നിന്ന് സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ് അല്ലേ, കേൾക്കാൻ വേണ്ടി പറ്റും. ഇൻ ദിസ് സിറ്റുവേഷൻ വിച്ച് ആർ ദി മീഡിയംസ് ത്രൂ വിച്ച് സൗണ്ട് ഈസ് ട്രാൻസ്മിറ്റഡ്? ഇതിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എയറിലൂടെയാണോ സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ചെവി എവിടെ വെച്ചിട്ടുള്ളത്? ഡെസ്കിലാണ്. അപ്പൊ ഡെസ്കിലൂടെയാണ് ട്യൂണിംഗ് ഫോർക്കിൽ നിന്നുള്ള സൗണ്ട് ഡെസ്കിലൂടെയാണ് കുട്ടികളുടെ ചെവിയിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ. സോ ഹിയർ ഏത് മീഡിയാണ് മക്കളെ? ഏത് മീഡിയാണ്? എന്താന്ന് പറയാൻ പറ്റുമോ? യെസ്, എന്താണ്? സോളിഡ്. എന്താണ്? ഡെസ്ക് ആണ്. ഇവിടെ ഡെസ്ക് ആണ്. അപ്പൊ ഡെസ്ക് എന്ന് പറയുന്നത് എന്താ മക്കളെ? ഡെസ്ക് എന്ന് പറയുന്നത് എന്ത് സാധനമാണ്? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗാഷിയസ് സബ്സ്റ്റൻസ് ആണോ? എന്ത് സബ്സ്റ്റൻസാ? യെസ്, സോളിഡ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ്സ്. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. എന്താണ്? സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ്സ്. അപ്പം എയറിലൂടെ മാത്രമല്ല സൗണ്ടിന് സോളിഡ്സിലൂടെയും ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്.